എല്ലാവർക്കും ഈസി ടു ക്രാക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരം മഴകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് വർഷണം അല്ലെങ്കിൽ എന്താണ് precipitation എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഘനീഭവിച്ച് മുകളിലേക്ക് എത്തിയ ജലകണികകൾ നമ്മുടെ മേഘങ്ങളിൽ കൂടിക്കഴിയുമ്പോൾ അത് തിരിച്ച് ഭൂമിയിലേക്ക് പിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ precipitation എന്നൊക്കെ പറയുന്നത്. ഈ precipitation വിവിധ രൂപത്തിൽ സംഭവിക്കാറുണ്ട്. മഴയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലോ ഹെയിൽ സ്റ്റോൺസിന്റെ രൂപത്തിലോ ആലിപ്പഴ വർഷമായിട്ടൊക്കെ ഇത് നടക്കാറുണ്ട്. സോ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് മഴയുടെ രൂപത്തിൽ precipitation നടക്കുന്നത്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള മഴകൾ എന്തൊക്കെയാണ്? ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മഴകളെ വിവിധ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് കൺവെക്ഷണൽ റെയിൻഫോൾ, അല്ലെങ്കിൽ സംവഹന വൃഷ്ടി അല്ലെങ്കിൽ ഉച്ഛലിത വൃഷ്ടി. ആ വാക്കിൽ തന്നെ അതിന്റെ മീനിങ് ഒളിഞ്ഞു കിടപ്പുണ്ട്. കൺവെക്ഷൻ കൺവെക്ഷൻ എന്ന പ്രോസസ്സിന്റെ ഫലമായിട്ട് നടക്കുന്ന ഒരു റെയിൻഫോൾ പ്രോസസ് ആണ് ഈ പറയുന്ന കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയില് വായു ചൂടാവുകയും ഭാരം കുറഞ്ഞ ആ വായു സംവഹനത്തിന്റെ ഫലമായിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും ഈ ഉയർന്നു പൊങ്ങിയ താപം നഷ്ടപ്പെട്ടിട്ടുള്ള ഈ വായു ക്യുമുലസ് മേഘങ്ങളുടെ രൂപത്തിലേക്ക് മാറുകയും ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങളുടെ രൂപത്തിലേക്ക് മാറുകയും തിരിച്ച് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്ത് ഇറങ്ങുകയും ചെയ്യും. സോ ഈ ഒരു പ്രോസസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തില് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. പൊതുവെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേനൽക്കാലങ്ങളിലാണ്. വേനൽക്കാലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടോടു കൂടിയ ഒരു ചെറിയ മഴ, അധിക നേരം ദൈർഘ്യമില്ലാത്ത കുറച്ചു നേരം മാത്രം നിൽക്കുന്ന മഴയുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവെ സംവഹന വൃഷ്ടി അല്ലെങ്കിൽ ഉച്ഛലിത വൃഷ്ടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പൊതുവെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതുപോലെ തന്നെ നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിൽ കാണപ്പെടുന്ന വൻകരകളുടെയൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സംവഹന വൃഷ്ടി അല്ലെങ്കിൽ ഉച്ഛലിത വൃഷ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടാറുള്ളത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. സോ എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പർവ്വതം ഉണ്ടെങ്കിൽ ആ പർവ്വതത്തിന്റെ ചരിവിലൂടെ ഈ ചൂടായ വായു മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും തിരിച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോയ വായു അവിടെ വെച്ച് ഘനീഭവിച്ച് മേഘങ്ങളുടെ രൂപത്തിലായിട്ട് മാറുകയും തിരിച്ച് മഴയുടെ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നു. ഇവിടെ പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൊതുവെ പർവ്വത ചരിവിലൂടെയാണ് ഇത് ഉയർന്ന് മുകളിലേക്ക് പൊങ്ങുകയാണെന്ന് വിചാരിച്ചോ. ഈ പർവ്വത ചരിവിലൂടെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ഈ ഒരു വായു ഘനീഭവിച്ചതിന് ശേഷം മഴയുടെ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം മഴയുടെ രൂപത്തിൽ പെയ്തിറങ്ങുന്നു. അതേസമയം ആ പർവ്വതത്തിന്റെ മറുവശം എന്ന് പറയുന്നത് ഒരു മഴ നിഴൽ പ്രദേശം പോലെ, റെയിൻഫോൾ ഒന്നും കിട്ടാത്ത ഒരു പ്രദേശമായിട്ട് മാറുകയും ചെയ്യുന്നു. പൊതുവെ കാറ്റിന് അഭിമുഖമായിട്ടുള്ള ചരിവുകളിലാണ് നമുക്ക് കൂടുതൽ മഴ അനുഭവപ്പെടാറുള്ളത്. സോ ഇങ്ങനെയുള്ള മഴയെയാണ് നമ്മൾ പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മൺസൂൺ സമയത്തൊക്കെ നമുക്കറിയാം നമ്മുടെ തമിഴ്നാട് ഭാഗത്ത് മഴയൊന്നും ലഭിക്കുന്നില്ല. അതൊരു മഴ നിഴൽ പ്രദേശം പോലെ നിലനിൽക്കാറുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു വശത്ത് അതിരായിട്ട് നിൽക്കുന്ന പശ്ചിമഘട്ടം, എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തിന്റെ ഒരു വശത്ത് നമുക്ക് നല്ല രീതിയിൽ മഴ ലഭിക്കും. അതേസമയം പശ്ചിമഘട്ടത്തിന്റെ ഒരു വശത്ത് കാണുന്ന തമിഴ്നാട് പോലുള്ള ഭാഗങ്ങളിൽ മഴ ലഭിക്കാതെ അതൊരു മഴനിഴൽ പ്രദേശം പോലെ നിലനിൽക്കാറുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ പൊതുവെ പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പർവ്വതത്തിന്റെ ഒരു സൈഡിൽ നല്ല രീതിയിൽ precipitation നമുക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഈ പറയുന്ന മഴ നമുക്ക് അനുഭവപ്പെടും. അതേസമയം പർവ്വതത്തിന്റെ മറുവശം ഒരു മഴനിഴൽ പ്രദേശം പോലെ നിലനിൽക്കുന്നു. ഇതിനെയാണ് പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഫൈനലി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് തീരദേശ മഴ അല്ലെങ്കിൽ ബോർഡർ റെയിൻ എന്ന് പറയും. സോ എന്താണ് തീരദേശ മഴ അല്ലെങ്കിൽ ബോർഡർ റെയിൻ എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടൽ തീരത്തൊക്കെ പോയി കഴിയുന്ന സമയത്ത് കടലിന്റെ മുകൾ ഭാഗത്തും കരയുടെ മുകൾ ഭാഗത്തും അനുഭവപ്പെടുന്ന താപനില വ്യത്യസ്തമാണ്. നമുക്കറിയാം നമ്മുടെ കടലിന്റെ മുകൾ ഭാഗത്ത് ഉള്ള ജലം പെട്ടെന്ന് ചൂടാവത്തില്ല, വിശിഷ്ട താപധാരിതയൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സീ ബ്രീസും ലാൻഡ് ബ്രീസിന്റെ ഒക്കെ ഒരു പാർട്ടിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അതൊക്കെ. സോ ഈ ഒരു തീരദേശ മഴ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കടലിൽ നിന്നും വീശുന്ന തണുത്ത വായു കരയിലേക്ക് കയറി വരുമ്പോഴേക്കും
കരയിലുള്ള ചൂട് വായുവിനെ കടലിൽ നിന്ന് വരുന്ന ഈ ഒരു തണുത്ത വായു എന്ത് ചെയ്യുമെന്നറിയോ? മുകളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ മുകളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു ഉഷ്ണവായു ഘനീഭവിക്കുകയും മേഘങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും തിരിച്ച് മഴയായിട്ട് പെയ്തിറങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള മഴയെയാണ് നമ്മൾ തീരദേശ മഴ എന്നൊക്കെ പൊതുവെ പറയാറുള്ളത്. സോ തീരദേശത്തൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് തീരദേശ മഴ. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് റെയിൻഫോൾസ് എന്ന് പറയുന്നത്. കൺവെക്ഷണൽ റെയിൻഫോൾ, ഓറോഗ്രാഫിക് റെയിൻഫോൾ, ബോർഡർ റെയിൻഫോൾ. ഓക്കെ, താങ്ക് യു.